ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു വെള്ള തുണിയായിട്ടാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ കുഞ്ഞാപ്പിയുടെ യൂണിഫോമിൻ്റെ തുണിയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പിക്ക് ബുധനാഴ്ചകളിൽ വൈറ്റ് സ്കേർട്ടും അതുപോലെ ടീഷർട്ടും ആണ് സ്കൂളിൽ യൂണിഫോം വരുന്നത്. അപ്പോൾ ടീഷർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ടീഷർട്ട് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ സ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ലെങ്ത്ത് നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കേർട്ടൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ തയ്യുന്നറിയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കറക്റ്റായിട്ട് ലെങ്ത്ത് മാത്രം നോക്കിയെടുക്കുക. ലെങ്ത്ത് മാത്രം നോക്കിയെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി പീസും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്, അല്ലാതെ കട്ട് ചെയ്യരുതേ. അപ്പോൾ നമ്മളത് ലെങ്ത്ത് നോക്കി ഞാൻ കട്ട് ചെയ്തെടുക്കാണ് കേട്ടോ. പക്ഷേ കുഞ്ഞാപ്പിക്ക് തുണി കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ചില പൊക്കമുണ്ടെന്നും പറഞ്ഞിട്ട് തുണി കൂടുതലാണ് തന്നെ, പക്ഷേ ഒത്തിരി തുണിയായിപ്പോൾ ഭയങ്കരമായിട്ട് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഏതായാലും തുണി കിട്ടിയതില്ല. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒട്ടി കിടക്കുന്ന പോലെയല്ല, നല്ല വിരിഞ്ഞിരിക്കാനായിട്ട് നല്ല രീതിക്ക് വിരിവോടെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത്. അതുപോലെ തന്നെ യൂണിഫോം സ്കേർട്ടൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇറക്കം കൂടുതലെടുത്ത് കട്ട് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് നമുക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അടിപൊളിയായിരിക്കും കാണാനായിട്ട്. അതുപോലെ തന്നെ അടുത്ത ഇയറിലോട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇടാം. അപ്പോൾ ഞാനങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അരവണ്ണം നോക്കുന്നത് കറക്റ്റായിട്ടിരിക്കണം. അപ്പോഴായിരിക്കും നല്ല ഭംഗി ഉണ്ടാവുക. നമ്മൾ ഇറക്കവും അതുപോലെ തന്നെ അരവണ്ണം മാത്രം നല്ല കറക്റ്റായിട്ട് എടുത്താൽ മതി. നമുക്ക് ബാക്കിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാമല്ലോ. എന്നാലും നല്ല സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ നല്ല സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഊഹക്കണക്കാണ് കേട്ടോ. എനിക്ക് എപ്പോൾ എന്ത് സ്റ്റിച്ച് ചെയ്യാനെടുത്താലും ഞാനൊരു ഊഹക്കണക്കിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം നമ്മൾ സ്റ്റിച്ചിങ് പഠിച്ചിട്ടില്ല. പഠിക്കാത്തതുകൊണ്ടാണ് കൂടുതലും ഇങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞിരിക്കരുത്. നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കണോട്ടോ. നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞിരിക്കേണ്ട, നമ്മളത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇതൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ഞാനൊരു ഈർക്കിലിയാണ് കേട്ടോ എടുത്തത്. നമ്മുടെ ഓലയുടെ ഈർക്കിലി ഉണ്ടല്ലോ, അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അളവെടുത്ത് നോക്കിയായിരുന്നു. പിന്നെ എനിക്കത് 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് മടുപ്പായി. പിന്നെ ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ സ്ഥിരം പണി തന്നെ കയ്യളവ് തന്നെ എടുത്തിട്ട് ഒരു ഏകദേശ കണക്കിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഞൊറിവിട്ടിട്ടുണ്ടായിട്ടോ. നല്ലപോലെ ഞൊറിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ ഇടുമ്പോൾ കാണാനായിട്ട്. യൂണിഫോമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എന്ത് സ്റ്റിച്ച് ചെയ്താലും നല്ല പോലെ ഞെറിവൊക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. തുണി കൊള്ളൂല്ലെങ്കിലും സ്റ്റിച്ചിങ് അടിപൊളിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു തുണിക്ക് നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം എടുത്ത തുണി തീർന്നു പോയായിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടി എടുത്തിട്ടാണ് നമ്മൾ നല്ല രീതിക്ക്, ഞാൻ പറഞ്ഞല്ലോ, വിരിവ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു തുണി കൂടി കട്ട് ചെയ്തെടുത്തിട്ട് അതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. വെച്ചാൽ 2 സ്കേർട്ടിന് എന്തായാലും ആ ഒരു തുണി തികയില്ലായിരുന്നു. അപ്പോൾ ഒറ്റ സ്കേർട്ടിനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു ഏതായാലും തുണി നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെയാണല്ലോ വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതുകൂടി നല്ല ഭംഗിയിൽ അങ്ങോട്ട് ഇട്ടോട്ടെ എന്ന് വിചാരിച്ച് നല്ല രീതിക്ക് തന്നെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ അതുകൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ 2 തുണി കൂടി കൂട്ടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻറ്ററിൽ കൂടി സ്റ്റിച്ചിങ് വരുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് നല്ല ഭംഗിയിലിരിക്കാനായിട്ട് അത് നല്ല ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിന്നെ കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി ഭാഗവും കൂടി നമ്മളിതുപോലെ ഞൊറി വെച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പി ഭയങ്കരമായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ കുഞ്ഞാപ്പിക്ക് നിക്കർ മതി എന്നാണ് പറഞ്ഞിരുന്നത്. സ്കൂളിൽ ഫ്രണ്ട്സൊക്കെ നിക്കറാണ് ഇടുന്നത്. എനിക്ക് അപ്പം നിക്കർ മതി, ആൾക്ക് സ്കേർട്ടും കാര്യങ്ങളൊക്കെ ഇടുന്നത് വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ തയ്ക്കണേന്ന് പറഞ്ഞപ്പോഴത്തേനും ആളടഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എലാസ്റ്റിക്കാണ് കേട്ടോ വെച്ചത്. നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ എലാസ്റ്റിക് ആയിരിക്കും നല്ലത്. നമുക്ക് ഹുക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ നിന്ന് ഊരിപ്പോയാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുട്ടികൾക്ക് അത് ഇടാനും അത്ര അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് യൂസ്ഫുൾ ആകുന്നത് നമുക്ക് എലാസ്റ്റിക് തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ കുഞ്ഞാപ്പിക്ക് ഇത് ഇടുന്ന വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞാൽ എടുത്തത്. കുഞ്ഞാപ്പിയുടെ വണ്ടി 8:30 ആകുമ്പോഴത്തേനും വരും. അപ്പോൾ കുഞ്ഞാപ്പിക്ക് ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുന്ന വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അതുകൂടി എടുത്താണ്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് കുഞ്ഞാപ്പിയുടെ ടീഷർട്ട്. എനിക്ക് സ്കേർട്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ കുഞ്ഞാപ്പിക്ക് വളയിടുന്ന ഇഷ്ടമല്ല, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ. നിങ്ങൾക്കൊക്കെ ബൈ.